പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നും രാസലഹരി പിടിച്ചെടുത്ത കേസിൽ 7 പേരെ കൂടി കോഴിക്കോട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 10,000-ലധികം കിലോമീറ്റർ നീണ്ട യാത്രയിലൂടെ സിനിമയെ വെല്ലുന്ന രീതിയിലാണ് എക്സൈസ് സംഘം പ്രതികളെ പിടികൂടിയത്. ഇൻസ്റ്റഗ്രാം റീൽസ് താരമായ ഫാത്തിമ നസ്രീനിൽ തുടങ്ങി നൈജീരിയയിലെ അന്താരാഷ്ട്ര ലഹരി കടത്ത് മാഫിയ കണ്ണിവരെ നീളുന്ന 10 അംഗ ലഹരി സംഘത്തെയാണ് എക്സൈസിലെ കോഴിക്കോട് സ്ക്വാഡ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത്. ഇത് കേരളത്തിലേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഹിമാലയൻ അഫാം എന്ന് പറയുന്നത് ഹിരണിൻ്റെ ഒരു സോഴ്സ് മാത്രമാണ്. അയാൾക്ക് മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം അത് വേറെ തലത്തിൽ നമ്മൾ അന്വേഷിക്കണം. ഇതിൻ്റെ ഒരു കണ്ണി എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്നവരെല്ലാം ഇതിനകത്ത് തൊടുന്നവനെല്ലാം നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലെയാണ്, തൊടുന്നവനെല്ലാം കമ്മീഷനുണ്ട്. 2026 ഏപ്രിൽ 23 രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് എക്സൈസ് സംഘം പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപം നടത്തിയ റെയ്ഡിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും റീൽസ് താരവുമായ 20-കാരി ഫാത്തിമ നസ്രീനെയും ആൺസുഹൃത്ത് ലഹരിക്കടത്ത് മാഫിയ സംഘത്തിലെ പ്രധാനിയായ കൊണ്ടോട്ടി സ്വദേശി PK ഷഫീഖിനെയും ആദ്യം പിടികൂടിയത്. അന്ന് 3.5 കിലോയോളം രാസലഹരിയാണ് പിടിച്ചെടുത്തത്. എന്നാൽ അന്വേഷണം അവിടെ നിർത്താൻ എക്സൈസ് സംഘം തയ്യാറായിരുന്നില്ല. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കേസ് അന്വേഷിക്കാൻ കോഴിക്കോട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S. നിജുമോൻ, വയനാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ RN ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ 11 അംഗ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകി. കോഴിക്കോട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജിമ്മി ജോസഫിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. കേരളം കണ്ട ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട MDMA വേട്ടയായിരുന്നു അത്. അതിൻ്റെ ഗൗരവം ഡിപ്പാർട്ട്മെൻറ്റ് അത് അന്ന് തന്നെ പൂർണ്ണതോതിൽ എടുക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ 25/4 തന്നെ നമ്മൾ 12 അംഗ ടീമിനെ 2 അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാർ ഉൾപ്പെടുന്ന ഒരു CI, 2 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുന്ന ഒരു ടീമിനെ രൂപീകരിച്ച് 12 അംഗ ടീമായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം തന്നെ നമുക്ക് കിട്ടിയിരുന്നത് ഇതിൻ്റെ എന്താണോ അതിൻ്റെ സോഴ്സ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഏത് കേസാണോ എടുക്കുന്നത് ആ സാധാരണ നമ്മൾ ആ എടുക്കുന്ന 1-2 പ്രതികൾ നിൽക്കാതെ അതിൻ്റെ എൻഡ് വരെ പോകണമെന്നൊരു നിർദ്ദേശം ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണറെ തന്നിരുന്നു. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് SI ടീം അന്നോട്ട് പ്രവർത്തിച്ചത്. ഇവരെല്ലാം ഉപയോഗിച്ചിരുന്ന ഫോണുകൾ ഒരു ഫോണുകളും ഇന്ത്യൻ ഫോണുകളല്ല ഉപയോഗിച്ചിരുന്നത്, അർമേനിയൻ ഫോണുകൾ, നൈജീരിയൻ കോളുകൾ, UAE അങ്ങനത്തെ എല്ലാ വാട്സപ്പ് കോളുകൾ. ഇവർ ഒരിക്കലും സിമ്മ് ഉപയോഗിച്ചിട്ട് ഇവർ ഒരിക്കലും ആക്റ്റീവായിട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നമ്മൾ ഇതിനകത്ത് നമ്മൾ അറസ്റ്റ് ചെയ്ത 9 പ്രതികളെയും ശിക്ഷിക്കും എന്നുള്ള 100% ഉറപ്പുണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശേഖരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം പരമാവധി ശിക്ഷ തന്നെ അവർക്ക് വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാ നടപടികളും SITന്റെ ഭാഗത്തുനിന്നുണ്ടാവും. സ്വന്തം കാർ നൽകി MDMA കടത്തിന് ഒത്താശ നൽകിയ മലപ്പുറം കുഴിമണ്ണ സ്വദേശി ഉമർ ഫാറൂഖിനെയും ലഹരിക്കടത്തിന്റെ ബുദ്ധികേന്ദ്രമായിരുന്ന മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് മുസ്തഫ എന്ന ബിലാലിനെയും മഹാരാഷ്ട്രയിലെത്തി അന്വേഷണ സംഘം പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മുഖ്യ സൂത്രധാരൻ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ഹിരൺ കാർത്തികേയനെയും പത്തനംതിട്ട സ്വദേശി ആരോമൽ എന്ന ഗംഗനെയും കുറിച്ച് വിവരം ലഭിച്ചത്. ഒളിവിൽ പോയ ഇവരെ വെസ്റ്റ് ബംഗാളിലെത്തിയാണ് പിടികൂടിയത്. പിന്നാലെ പ്രതികളിൽ നിന്നും ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ ഷഫീഖിന്റെ പങ്കാളിയും ലഹരിക്കടത്തിലെ പ്രധാനിയുമായ തമിഴ്നാട് തെങ്കാശി സ്വദേശിനി റംസിയയെ എക്സൈസിലെ വനിതാ സംഘം തമിഴ്നാട്ടിൽ താമസിച്ച് തന്ത്രപൂർവ്വം പിടികൂടി. 9-ാം പ്രതി കൊടിയത്തൂർ സ്വദേശി നൌഷാദിനെയും ലഹരി കടത്താൻ വാഹനത്തിൽ രഹസ്യ അറ നിർമ്മിച്ചു നൽകുന്ന മഹാരാഷ്ട്ര സ്വദേശി സന്ദേശ് മോഹൻ വാൽക്കെയെയും അതിസാഹസികമായി കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു. അപ്പോഴാണ് തായ്വാനിൽ നിന്നും നൈജീരിയൻ സ്വദേശി ഇമ്മാനുവൽ അഫാം വഴി ഹൈക്വാളിറ്റി MDA ഹിരണിലൂടെ മറ്റുള്ളവർക്ക് വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നത് എന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. 3.368 kg MDMA കേരളം കണ്ട ഏറ്റവും വലിയ MDMA വേട്ടയാണ്. അതിസാഹസികമായ രീതിയിൽ ഒരു ക്രെറ്റ കാറടക്കം 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഈ കേസിന്റെ ഗൗരവം പരിഗണിച്ച് എക്സൈസ് കമ്മീഷണർ ഒരു SIT ഫോം ചെയ്തു. കേരളത്തിലെ എക്സൈസ് വകുപ്പിലെ ഏറ്റവും മികച്ച കുറ്റാന്വേഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു അന്വേഷണം വളരെ ഭംഗിയായി അവരത് മുന്നോട്ട് കൊണ്ടുപോയി. സ്പോട്ട് അറസ്റ്റ് 2 പ്രതി. 27/4 3-ാം പ്രതിയായ ഉമർ ഫറൂഖിനെ ഏറനാട് സ്വദേശിയാണ്. അതിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ്. അയാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും. നൈജീരിയൻ സ്വദേശിക്കായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലഹരിക്കടത്തിന് പുറമെ രാജ്യാന്തര ആയുധക്കടത്തും ഈ സംഘത്തിൽപ്പെട്ട ചിലർക്ക് ഉണ്ടായിരുന്നു എന്ന് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉൾപ്പെടെ സഹായം ഇക്കാര്യത്തിൽ കോഴിക്കോട് എക്സൈസിന് ലഭിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് സിനിമാ സ്റ്റൈലിൽ എക്സൈസിലെ കോഴിക്കോടൻ സ്ക്വാഡ് പിടികൂടിയത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.